തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി.ജെ.പി. കലാപത്തിന് ശ്രമിക്കുന്നതായി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച യുവ നേതാവിന്റെ വെളിപ്പെടുത്തൽ. ഹൈന്ദവ ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി വോട്ട് ഏകീകരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത് തടയുന്നതിന് മുൻകൂർ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി.ജി.പിക്കും പരാതി നൽകിയെന്നും എം സച്ചിദാനന്ദ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രധാന ആരാധനാലയങ്ങൾ ആക്രമിക്കാൻ ബി.ജെ.പി. യോഗത്തിൽ ഗൂഢാലോചന നടന്നതായാണ് രാജിവെച്ച എം സച്ചിദാനന്ദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നഗരസഭാ ഭരണം പിടിക്കാൻ വേണ്ടിവന്നാൽ ആരാധനാലയങ്ങൾ ആക്രമിച്ച് കലാപം നടത്തണമെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചെന്ന് യോഗത്തിൽ പറഞ്ഞെന്നാണ് സച്ചിദാനന്ദന്റെ വെളിപ്പെടുത്തൽ. KSU മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന സച്ചിദാനന്ദ് ഈ അടുത്തിടെയാണ് ബി.ജെ.പിയിലേക്ക് ചേർന്നത്. തൃശൂർ പൂരം കലക്കൽ മാതൃകയിൽ നേട്ടമുണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഇതിനായി പ്രമുഖ നേതാവിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണെന്നും സച്ചിദാനന്ദ് ആരോപിച്ചു. സംഭവത്തിൽ തെളിവ് സഹിതം മുഖ്യമന്ത്രിക്കും ഡി.ജി.പിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും സച്ചിദാനന്ദ് വെളിപ്പെടുത്തി. വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ബി.ജെ.പിയുമായി ചേർന്നു പോകാൻ കഴിയാത്തതിനാലാണ് രാജിയെന്നും മാതൃസംഘടനയായ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സച്ചിദാനന്ദ് പറയുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ രംഗം വീണ്ടും വാദപ്രതിവാദങ്ങളുമായി ചൂടുപിടിച്ചിരിക്കുകയാണ്. സച്ചിദാനന്ദ് ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമേറിയതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ചില വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബി.ജെ.പി. പക്ഷത്തിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും വിഷയത്തിൽ വന്നിട്ടില്ല. അതിനായി ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.